അപ്പോൾ ഇത്തരത്തിലൊരു കലുഷിതമായൊരു കാലഘട്ടത്തിൽ ഒരു പണ്ഡിതന്റെ ധർമ്മം എന്നുള്ളത് വിശുദ്ധ ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ പണ്ഡിതന്മാർക്കെതിരെ വരുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ ഒരു തലപ്പാവ് ധരിച്ച തൂവെള്ള വസ്ത്രധാരിയായ ഒരു പണ്ഡിതന് ഈ ഒരു കലുഷിതമായ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ സാധിക്കുക? അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ ഒരു ആത്യന്തികമായ തലമെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുക എന്നതാണ്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. പ്രഭാഷണങ്ങളാവട്ടെ, എഴുത്തുകളാവട്ടെ. കാരണം അത്തരത്തിലുള്ള ഈ പ്രകടനങ്ങൾക്ക് പിറകിലൊക്കെ അനേകം എന്താ പറയുക, ഭൗതികമായ താല്പര്യങ്ങൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഒരു മുസ്ലിം ആത്മീയമായ വളർച്ച കൈവരിച്ച് അവൻ ശരിയായ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുക എന്നതാണ് പിന്നെ ഏറ്റവും നല്ല പ്രബോധന മാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇവിടുത്തെ സൂഫികളായ ആളുകളുടെ ജീവിത രീതി കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കൂ, എല്ലാവരും വളരെ സെക്കുലറായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. മതത്തിൻ്റെ അടയാളങ്ങളെ പരമാവധി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. മതമൗലികവാദത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ പരമാവധി മതേതരനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ വ്യത്യസ്ത മുസ്ലിം വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മതമൗലികമായ ചിട്ടകളോടെ, അതല്ലെങ്കിൽ യാഥാസ്ഥികമായിട്ടുള്ള വേഷവിധാനങ്ങളോടെ, സംസ്കാരങ്ങളോടെ ജീവിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒക്കെ ആലിമീങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സുന്നി സൂഫി ഉലമാക്കളാണ്. മറ്റു ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള മറ്റനേകം വിഭാഗങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും അവരൊക്കെ വളരെ സെക്കുലറായ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് വെക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് അനേകം കാർക്കശ്യങ്ങളിൽ നിന്ന് അവർ ഇസ്ലാമിൻ്റെ നിയമങ്ങളോ കാർക്കശ്യമാണെന്ന് പറഞ്ഞിട്ട് അവർ അതിനൊക്കെ ഒഴിവാക്കുന്നവരാണ്. അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവരുടെ ഇസ്ലാമിനെ അവർ വളരെ സ്വകാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും കൾച്ചറലായ കാര്യങ്ങളിലൊക്കെ അവരിങ്ങനെ ഒരു മതേതര സമൂഹത്തിലൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എന്നിട്ട് പോലും കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിന് ഇവിടെ ആരെയാണ് വിശ്വാസം കൂടുതൽ? ഈ മതമൗലിക വാദികളെന്ന് മുദ്ര കുത്തപ്പെടുന്ന, അല്ലെങ്കിൽ യാഥാസ്ഥികരെന്ന് ആരോപിക്കപ്പെടുന്ന, ഈ പാരമ്പര്യവും പഴഞ്ചനുമെന്ന് എന്താ പറയുക, പരിഹസിക്കപ്പെടുന്ന വേഷവിധാനങ്ങളോടുകൂടി ജീവിക്കുന്ന തലപ്പാവും അല്ലെങ്കിൽ തൊപ്പിയും വെള്ളവസ്ത്രവും അല്ലെങ്കിൽ സൂഫി രീതികളൊക്കെ പിന്തുടരുന്ന, അങ്ങനെ തികഞ്ഞും ഒരു ആധ്യാത്മികതയുടെ വഴിയിൽ സഞ്ചരിക്കുന്ന വിശ്വാസികളെയും വിശ്വാസി നേതാക്കളെയുമല്ലേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ വിശ്വാസം? കൂടുതൽ ആളുകൾ ഇങ്ങനെ സെക്കുലർ ആവാൻ ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളും സംശയങ്ങളെയും നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മളുടെ ശരിയായ ദീനിൻ്റെ ആധ്യാത്മികതയുടെ മുദ്രകളെ നമ്മൾ മറ്റു ചില ഭൗതികമായ ഭയങ്ങളെ കൊണ്ട് ശരിക്കും അവഗണിക്കേണ്ടതില്ല എന്നതാണ്. നമ്മളതിനെ കൃത്യമായി ആധ്യാത്മികതയുടെ ഒരു സൂഫി സരണിയുടെ പാരമ്പര്യ ഇസ്ലാമിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനേക്കാൾ മികച്ച ഒരു പ്രബോധനം എന്ന് പറയുന്നത് ഇല്ല. അതോടൊപ്പം തന്നെ നമുക്ക് ആധുനികമായ അനേകം സങ്കേതങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വ്യത്യസ്ത രീതിയിലുള്ള പ്രബോധന മാർഗങ്ങൾ നമുക്ക് വേണം. ആത്യന്തികമായി ഇസ്ലാമിൻ്റെ ഈ റൂഹിനെ, ആത്മാവിനെ കൽബിൽ നിന്ന് കൽബിലേക്ക് കൈമാറ്റം ചെയ്യുക, ആളുകളുടെ കൽബിൽ സ്ഥാപിക്കാൻ സാധ്യമാവുക എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ അതിന് പകരം ഭൗതികമായ ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സെക്കൻഡറിയാണ്. ഈ പ്രൈമറിയായ ഈ ഒരു ആധ്യാത്മികമായ വളർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സെക്കൻഡറിയായ ഒരു ടൂള് മാത്രമാണത്. അതിനും നമ്മുടെ ഫോക്കസ്, നമ്മളുടെ ഒരു ശ്രദ്ധയുണ്ടാകണം. ഇപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പോൾ എഴുത്തുകൾ, പ്രഭാഷണങ്ങൾ, ഉപദേശങ്ങൾ, അതിൻ്റെ വ്യത്യസ്തമായ വകഭേദങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അതെന്തുകൊണ്ടാണ്? സമൂഹത്തിൽ വ്യത്യസ്ത തരം ആളുകൾ, ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പല രീതിയിലുള്ള സമൂഹങ്ങളോട് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഒന്ന്, ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കപ്പെടേണ്ട ഒരു വിഭാഗം മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പല തരത്തിലുള്ള ആളുകളുണ്ട്. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് സംശയമുള്ള ആളുകളുണ്ട്. ഇസ്ലാമിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ നിയന്ത്രണ പരിധിയിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തേക്ക് പോയ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പ്രാക്ടീസിങ് ഉണ്ട്, പക്ഷെ അവർക്ക് ഉള്ളിൽ ഒരുപാട് സംശയങ്ങളെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ച് ഇങ്ങനെ ആ ഒരു എന്താ പറയുക, മാനസിക സംഘർഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്.
അതോടൊപ്പം തന്നെ പ്രാഥമികമായ അവരുടെ വിശ്വാസത്തിന് ആവശ്യമായ ഇന്ധനങ്ങളൊക്കെ കയ്യിലുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ബാധിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ നമുക്കിടയിലുണ്ട്. ഇതിൽ ഓരോ വിഭാഗം ആളുകൾക്കും ഓരോ കാറ്റഗറിക്കും നമുക്ക് ഓരോ രീതിയിലുള്ള ദഅവത്തിൻ്റെ മരുന്നുകളാണ് കൊടുക്കേണ്ടത്. സംശയങ്ങളുള്ള ആളുകൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ആത്മീയമായ വൈജ്ഞാനികമായ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കണം. ഇതിനൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമല്ല. ഒരാൾക്ക് 1000 ചോദ്യങ്ങളുണ്ട്, അതിന് നമ്മൾ 1000 ഉത്തരം കൊടുത്താൽ അയാൾ അടുത്തത് 1001ാമത്തെ ചോദ്യമായിരിക്കും തിരയുന്നുണ്ടാവുക. അല്ല, ഉത്തരങ്ങളിലൂടെ ഒരു റൂഹിലേക്ക്, ഒരു നൂറിലേക്ക്, ഒരു പ്രകാശത്തിലേക്ക് എത്തുക എന്നതായിരിക്കില്ല ആലോചിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം, അതോറിറ്റിയോടുള്ള സ്നേഹമാണ്. ആ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് തുടങ്ങി പിന്നെ പ്രവാചകന്മാരിലൂടെ, പിന്നെ അതുപോലെ സ്വഹാബ, ഔലിയാക്കൾ, അതുപോലെ തന്നെ സ്വാലിഹ്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഇസ്ലാമിനെ ഇക്കാലം വരെ നിലനിർത്തിയ ഈ ഒരു പിന്നെ ക്രമമുണ്ട്, അതോറിറ്റികളുടെ ഒരു ക്രമം. ഈ അതോറിറ്റിയോടുള്ള മഹബത്താണ്, അവരോടുള്ള സ്നേഹമാണ്, അവരോടുള്ള പിന്നെ എന്താ പറയുക, ഒരു ആത്മീയമായ അനുഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ബലം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിലാണ് ബാക്കിയുള്ളതൊക്കെ പരിഹരിക്കപ്പെടുകയുള്ളൂ, അല്ലേ? ഇപ്പം നമുക്ക് നമ്മുടെ ഉപ്പാനെക്കുറിച്ച് നമ്മളോട് ഒരാൾ മോശപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പതിയില്ല. എന്തുകൊണ്ടാണ്? അതെൻ്റെ ഉപ്പയാണ് എന്ന ഒരു മഅരിഫത്ത്, ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനെ, ഏതോ ഒരു മനുഷ്യനെക്കുറിച്ച് എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനത് ഇടം പിടിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. ഇതുപോലെ അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇസ്ലാമും ഒക്കെ ഏതോ ഒരു വ്യക്തിയോ, ഏതോ ഒരു ആശയമോ, ഏതോ ഒരു മതമോ ഒക്കെ ആകുന്ന ഘട്ടത്തിലാണ് നമുക്കിതിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത്. ഇത് എൻ്റേത് എന്നൊരു അഭിമാനത്തോടു കൂടി ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ഒരു ദിക്റാണ് റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല. എന്താണ് ഇതിനർത്ഥം? എനിക്ക് റബ്ബ് മതി, എനിക്ക് ഇസ്ലാം മതി എന്നൊരു അഭിമാനബോധത്തിൻ്റെ ഞാൻ എന്നോട് സംസാരിക്കേണ്ട കൽബുകൊണ്ട് പറയേണ്ടതാണ്. അപ്പോൾ അതുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിനെ ശരിയായ നിലയ്ക്ക് നമുക്ക് പിന്നെ ഈ മതവിശ്വാസത്തിൻ്റെ അതിൻ്റെ വേരുകൾ നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ നമ്മൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ഇങ്ങനെ ഇൻ്റലക്ച്വലായിട്ടുള്ള, ദൈക്ഷണികമായിട്ടുള്ള അനേകം ചോദ്യങ്ങളും ഉത്തരങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ നടക്കണം എങ്കിലും അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ആത്മീയമായിട്ടുള്ള ചേരുവകൾക്കാണ്, ആന്തരികമായ ഉള്ളടക്കങ്ങൾക്കാണ്. അതിനാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ അമുസ്ലിമീങ്ങളായ ആളുകൾ, അതിൽ തന്നെ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇസ്ലാമിനെ പഠിക്കണമെന്ന് ഗുണകാംക്ഷയോടുകൂടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇസ്ലാമിനോട് വെറുപ്പോടുകൂടി അകലെ നിന്ന് സമീപിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വിഭാഗങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വേരുകൾ ഉണ്ടാക്കുന്ന ആളുകൾ, അവർക്ക് താല്പര്യങ്ങളുണ്ട്. പക്ഷേ ആ താല്പര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിം സഹോദരങ്ങളിലേക്ക് പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. നമ്മൾ നിരന്തരമായി ഉപരിപ്ലവമായ ഏറ്റുമുട്ടലുകളിലൂടെ മാത്രം മുന്നോട്ട് പോയാൽ നമ്മളറിയാതെ നമ്മുടെ കൂടെയുള്ള മുസ്ലിം സഹോദരങ്ങളിലേക്ക് വരെ പരസ്പരമുള്ള വെറുപ്പിൻ്റെ അംശങ്ങൾ കയറി വരും. അവിടെ നല്ല സൗഹൃദ വേദികളിലൂടെ, പരസ്പരമുള്ള ആശയവിനിമയങ്ങളിലൂടെ, മനസ്സ് തുറന്ന സംസാരങ്ങളിലൂടെ, ഓരോ മതങ്ങളുടെയും അവരുടെ സംസ്കാരങ്ങളെയും ശീലങ്ങളെയും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അതിനെ ആക്ഷേപിക്കുകയൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരു ചുറ്റുപാടുകൾ വളർന്നു വരണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെക്കുറിച്ച് ശരിയായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കൃത്യമായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ സഹായകമാകുന്ന അതിൻ്റെ കൃത്യമായ ഒരു അക്കാദമിക് സ്വഭാവത്തിലുള്ള രചനകൾ, എഴുത്തുകൾ, പ്രഭാഷണങ്ങൾ, മറ്റനേകം പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കപ്പെടണം. അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് അറിയേണ്ടതും അറിയിക്കേണ്ടതുമായ അനേകം കാറ്റഗറികൾ ഇവിടെയുണ്ട്. ആ അനേക കാറ്റഗറിയിലേക്ക് വ്യത്യസ്തങ്ങളായ അളവിൽ ഇത് വിതരണം ചെയ്യപ്പെടണം. അതിന് കൃത്യമായി നമ്മുടെ സംഘടനാ മെക്കാനിസം പോലെയുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അനേകം സാമൂഹ്യ സംഘങ്ങൾ നമുക്കിടയിലുണ്ട്. കുടുംബം അതിലൊരു സംഘമാണ്, സംഘടന അതിൻ്റെ ഭാഗമാണ്, സ്ഥാപനങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ഓരോ വ്യക്തിക്കും അതിലൊരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോരുത്തരും അവരുടെ ചുമതലകൾ, ദഅവത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും നിശ്ചിത ആളുകളുടെ ചുമതലയല്ലല്ലോ, എല്ലാവരുടെയും ചുമതലയാണ്. അപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ചുറ്റുപാടിലുള്ളത് ഏത് കാറ്റഗറിയാണോ എന്ന് തിരിച്ചറിഞ്ഞ് അവരിലേക്ക് ആവശ്യമായ വിധത്തിൽ ഇസ്ലാമികമായ ജ്ഞാനത്തിൻ്റെ ശരിയായ സത്തയെ വിതരണം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. അൽഹംദുലില്ലാ. അവസാനത്തൊരു ചോദ്യം കൂടി. ഇപ്പോൾ ഫെമിനിസം, ഈ സ്ത്രീത്വവാദം ഇവിടെ ഇങ്ങനെ അരങ്ങുവായി വന്ന ഒരു അവസരമാണ്, അവസ്ഥാവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നൊരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലൂടെ ഫെമിനിസം അത് പ്രചരിപ്പിക്കുന്ന സ്ത്രീത്വവാദികളോടെന്ന് പറയുകയാണ്, ഖുർആൻ ഞങ്ങൾക്കെതിരെ പറയുന്നുണ്ട്, ഖുർആൻ
ഒരു പുരുഷാധിപത്യമാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നിപ്പോൾ കേവലം ഒരു പരിഭാഷ നോക്കി അർത്ഥം വിശുദ്ധ ഖുർആന അർത്ഥം പറയുന്ന ആളുകൾ അതിന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫെമിനിസത്തിനെ നമ്മൾ എങ്ങനെയാണ് ഇതിന് മറുപടി പറയുക? അതുപോലെ എങ്ങനെയാണ് ഈ ആയത്തിനെ നമ്മൾ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കുക? പിന്നെ ഇത് കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വൈകാരികമായ അല്ലെങ്കിൽ ഇമോഷണലായ തലങ്ങളെ ഉപയോഗപ്പെടുത്തി മതത്തിൻ്റെ നിയമങ്ങളെ ചെറിപ്പിക്ക് ചെയ്തിട്ട് ആരോപിക്കുക എന്നുള്ളത് ശത്രുക്കളുടെ ഒരു തന്ത്രമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലോജിക്കൽ ഫാലസിയുടെ ഭാഗമായിട്ട് പെടുന്നതാണ്. നമ്മൾ ഇസ്ലാം ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്ത്രീകൾ രണ്ട് പ്രശ്നങ്ങളാണ്. സ്ത്രീകളെ ഇസ്ലാം അവഗണിക്കുന്നു, ഒരു ആരോപണം. സ്ത്രീകളെക്കാൾ പരിഗണനകൾ അല്ലെങ്കിൽ സ്ത്രീകളെ എന്തും ചെയ്യാനുള്ള ഒരു അധികാര കേന്ദ്രമായിട്ട് പുരുഷനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആരോപണമാണ്. അതിനെ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര നിയമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പൊതുവായ അതിൻ്റെ നിയമ സംഹിതകളെ സമഗ്രമായി വീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇത് വിലയിരുത്താൻ പാടുള്ളൂ. പരിജാലു ഖവ്വാമൂന അലൻ നിസ എന്ന് പറയുന്ന ആ ആയത്തിനെ തന്നെ എങ്ങനെയാണ് നമ്മുടെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്? ഖവ്വാമൂൻ അല്ലെങ്കിൽ ഖിവാമ എന്നൊക്കെ പറയപ്പെടുന്ന ഈ പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ സ്ത്രീകളെ പുരുഷന് എന്തും ചെയ്യാവുന്ന ഒരു അധികാരം പരിധി പുരുഷന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നല്ല. അത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ്. ഇപ്പോൾ സ്ത്രീ അവളുടെ ജീവിതത്തിലെ ഏതൊരു ഘട്ടമാണെങ്കിലും മകൾ എന്ന ഘട്ടത്തിലൂടെ, പിന്നീട് ഭാര്യ, പിന്നീട് ഉമ്മ, പിന്നെ സഹോദരി, അങ്ങനെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ വളരുന്നവളാണ്. അപ്പോൾ ആ സ്ത്രീയുടെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പുരുഷനിലാണ് എന്ന ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് ഇസ്ലാമിൽ ഇവിടെ മാത്രമല്ല, ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെയുള്ള ഖിവാമയുടെ നിയന്ത്രണത്തിൻ്റെ ഹയറാർക്കികളുണ്ട്. ഇപ്പോൾ ഇസ്ലാമിലെ അനേകം അധികാര സ്വഭാവങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇപ്പോൾ രാഷ്ട്രാധികാരം അതിൽപ്പെട്ടതാണ്, ഒരു അധ്യാപകൻ്റെ അധികാരം അതിൽപ്പെട്ടതാണ്. ഒരു ചെറിയ സംഘമാണെങ്കിലും നിങ്ങൾ അതിലൊരു അമീറിനെ നിയമിക്കുക എന്ന്, ഒരു യാത്രാ സംഘമാണെങ്കിലും അതിലൊരു അമീറിനെ നിയമിക്കുക എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലായിടങ്ങളിലും ഒരു 4 ആൾ കൂടി 40 അഭിപ്രായം എന്നാണല്ലോ പറയാം. അപ്പോൾ എല്ലായിടങ്ങളിലും ഒരു അധികാര കേന്ദ്രത്തെ ഇസ്ലാം നിയമിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? അത് സന്തുലിതമായൊരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് സ്ത്രീകൾക്ക് അധികാരമുള്ള ചില സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ സ്ത്രീയെ പറ്റിയിട്ട് റബ്ബത്തുൽ ബൈത്താണ്, വീടിൻ്റെ ഉത്തരവാദിത്വമുള്ളവൾ സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ത്രീയെയും പുരുഷനെയും ഇസ്ലാം വേറിട്ട് കണ്ടു എന്ന ഒരു തെറ്റായ പ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു വിവേചനത്തിൻ്റെ കാര്യമൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. മറിച്ച് ചുമതലകളെ, ഉത്തരവാദിത്തങ്ങളെ വിഭജിച്ചു കൊടുക്കുകയാണ്. പുരുഷനൊരു ഉത്തരവാദിത്വം, സ്ത്രീക്കൊരു ഉത്തരവാദിത്വം. ഉത്തരവാദിത്വത്തിൻ്റെ മൂല്യം ഒന്നാണ്. പുരുഷൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സംരക്ഷണം, അവൻ്റെ ആശ്രിതരുടെ സംരക്ഷണം, അതുപോലെ അവർക്ക് വേണ്ടിയുള്ള സമ്പത്തിനെ കണ്ടെത്തൽ, അതിനുവേണ്ടി ജോലിയെടുക്കൽ തുടങ്ങിയാണ് പുരുഷൻ്റെ ഉത്തരവാദിത്വം. അത് ഭാരമുള്ള ഉത്തരവാദിത്വമാണ്. അവർക്ക് വേണ്ട പാർപ്പിടം ഒരുക്കണം, അവർക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി കൊടുക്കണം. എന്നാൽ സ്ത്രീക്കും അതുപോലെ ഉത്തരവാദിത്വങ്ങളുണ്ട്. വീടുമായി ബന്ധപ്പെട്ട ചില ചുമതലകൾ സ്ത്രീകൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളുടെ വിഭജനത്തിൻ്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹു പാഴാക്കി കളയില്ല എന്നുള്ളതാണ്. എല്ലാവരും നിർവഹിക്കുന്ന കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മങ്ങൾക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്, ദുഷ്കർമ്മങ്ങൾക്ക് അതിൻ്റെ അള്ളാഹു കണക്കാക്കിയാൽ ശിക്ഷയും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ റബ്ബിൻ്റെ അബദാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉബൂദിയ്യത്തിൻ്റെ ഉള്ളടക്കം ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഞാൻ സ്വതന്ത്രനായൊരു വ്യക്തി എന്ന് മാത്രം ആലോചിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇസ്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താ? ഉത്തരവാദിത്തത്തിൻ്റെ ഒരു വിഭജനമാണ്. ഡിസ്ക്രിമിനേഷൻ അല്ല, ഒരു സെഗ്രിഗേഷനാണ്. ഉത്തരവാദിത്തങ്ങളുടെ വിഭജനമാണ്. നമ്മളിപ്പോൾ ഒരു വിദ്യാലയത്തിലേക്ക് വന്നാൽ അവിടെ പ്രിൻസിപ്പൽ ഉണ്ടാകും, അതുപോലെ വിദ്യാർത്ഥികളുണ്ടാകും, അവിടെ പ്യൂൺ ഉണ്ടാകും, മറ്റധ്യാപകരുണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധ്യാപകർക്ക് പൊതുവെ കൂടുതൽ അവർക്ക് അധ്യാപനത്തിന് കൂടുതൽ ഹവറുകൾ, പീരീഡുകൾ ഉണ്ടാവും. പ്രിൻസിപ്പളുകൾ പീരീഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അധ്യാപകർ പറയാണ്, ഇത് അനീതിയാണല്ലോ, അദ്ദേഹത്തിന് മാത്രം എന്തുകൊണ്ട് പീരീഡ് ഇല്ല, അദ്ദേഹവും ആ പണി ഞങ്ങളെപ്പോലെ പണിയെടുക്കട്ടെ. പ്യൂണ് പറയാണ്, അല്ലെങ്കിൽ അടിച്ചു വാരുന്ന ആൾ, സ്വീപ്പേഴ്സ് പറയാണ്, ഞങ്ങൾ മാത്രം അടിച്ചു വാരാൻ ഞങ്ങൾ ഏൽപ്പിക്കുന്നത് ഒരു അനീതിയല്ലേ, ഇവിടെ എല്ലാവരും അടിച്ചു വാരട്ടെ. വിദ്യാർത്ഥികൾ പറയാണ്, ഞങ്ങളുടെ കാര്യങ്ങളുടെ നിയന്ത്രണം അധ്യാപകരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത് ഞങ്ങളെ ഒരു കൊച്ചാക്കലല്ലേ, ഞങ്ങളുടെ കാര്യം ഞങ്ങളെ നിയന്ത്രിക്കട്ടെ എന്ന് പറയുന്ന വ്യവസ്ഥ ഇല്ലാതായി പോകും, സിസ്റ്റം തകർന്നു പോകും. അവിടെ
ഒരാൾക്കും പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു പ്രിവിലേജ് ഒന്നും അവിടെ ഇല്ല. മറിച്ച് ഓരോരുത്തർക്കും ഓരോ ചുമതലകളാണ്. ആ ചുമതലകൾ ആരാണോ ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് എങ്കിൽ അവർ ആദരിക്കപ്പെടും. ഈ പറയപ്പെടുന്ന പ്രിൻസിപ്പാൾ തന്നെ പ്രിവിലേജ്ഡ് ആണ് എന്ന് കരുതപ്പെടുന്ന പ്രിൻസിപ്പാൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പാളിനെ പിടിച്ച് പുറത്താക്കാൻ അവിടെ വേറെ അധികാര കേന്ദ്രം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യമായൊരു വ്യവസ്ഥിതി അവിടെ സന്തുലിതമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇസ്ലാം ഇതിനെ ഈ സ്ത്രീ പുരുഷ അധികാര ബന്ധങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് തഫ്സീറുകൾ, തഫ്സീർ കശാഫ് പോലെയുള്ള, തഫ്സീർ റാസി പോലെയുള്ള തഫ്സീറുകളിലൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഫദ്ദലല്ലാഹു എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ട്. അള്ളാഹു താല പ്രത്യേകം ശ്രേഷ്ഠമാക്കി പുരുഷനെ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ ഫദ്ല അൽ ബത്ത തുടങ്ങിയ പ്രയോഗം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, സത്യത്തിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും നിരുപാധികമായ ഒരു ശ്രേഷ്ഠത ഇവിടെ ആർക്കും ഇല്ല. കാരണം എല്ലാവരും പടച്ചവൻ്റെ അടിമകളാണ്. ഓരോരുത്തരും ചുമതലകൾ ഏൽപ്പിച്ചു, ആ ചുമതലകളിൽ അവർ വ്യാപൃതരാവുക എന്നത് മാത്രമാണ്. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം പുരുഷനെ ഏൽപ്പിക്കുക എന്നതാണ്. ഒരാളുടെ സംരക്ഷണയിൽ കഴിയുക എന്ന് പറയുന്നത് ഒരു ന്യൂനതയല്ലല്ലോ. നമ്മളിപ്പോൾ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നവരാണ്, വിദ്യാർത്ഥികൾ അധ്യാപകന്റെ സംരക്ഷണയിൽ കഴിയുന്നവരാണ്. ആ സംരക്ഷണയിൽ കഴിയുക എന്നതിനൊരു പ്രിവിലേജ് ആയിട്ടാണ് ആളുകൾ കണക്കാക്കുക. അപ്പോൾ സംരക്ഷണയിൽ കഴിയുക എന്നതിനെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഉത്തരവാദിത്തത്തിൽ കഴിയുക എന്നതിനെ അതിനെ ഒരു അവകാശമായിക്കൊണ്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ സ്ത്രീകളെ തങ്ങൾക്ക് തോന്നിയതുപോലെ അപായപ്പെടുത്താൻ, അപകടപ്പെടുത്താനോ ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിലാണോ മാനവിക മൂല്യങ്ങളുണ്ടോ എല്ലാം പരിഗണിക്കപ്പെടണം. ഒരർത്ഥത്തിലും മോശമായിട്ടുള്ള ഇടപാടുകൾ പാടില്ല. വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലക്ക് അവരുടെ സഹവർത്തിത്വം ഉണ്ടാകണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഈ ഇസ്ലാമികമായ നിയമങ്ങളുടെ ഏറ്റവും വലിയ പ്രയോഗവൽക്കരണം നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരോട്, കുടുംബത്തോട് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർത്തിച്ചിരുന്നത് എന്ന ചരിത്രം തന്നെ നോക്കിയാൽ നമുക്ക് ഇതിൽ വളരെ ഇതിന്റെ ഒരു ചിത്രം വ്യക്തമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര തിരക്കുകൾ ജീവിതത്തിലുണ്ട്. രാഷ്ട്രീയമായ ഉത്തരവാദിത്തങ്ങൾ, മതപരമായ ഉത്തരവാദിത്തങ്ങൾ, വഹയിന്റെ ക്ഷീണങ്ങൾ, അനേകം ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സ്നേഹമുള്ള, വാത്സല്യമുള്ള, അങ്ങനെ പരിഗണിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള സമത്വത്തിൻ്റെയും നീതിയുടെയും അള്ളാഹുവിൻ്റെ ദീൻ നിഷ്കർഷിക്കുന്ന മാന്യതകളുടെയും അതിർവരമ്പുകൾ ലംഘിക്കാൻ ഒരാൾക്കും ഇസ്ലാം അധികാരം കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ കർശനമായി അവർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആയത്തുകളെ അതിനെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നൊരു രീതിയാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് മാർഗം. ഇപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എല്ലാവർക്കും നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ എല്ലാവർക്കും കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും. പുരുഷനെ എന്തും ചെയ്യാം, സ്ത്രീകൾക്ക് പറ്റില്ല, അങ്ങനെയുള്ള നിയമങ്ങളല്ല ഇസ്ലാമിലുള്ളത്. ഓരോരുത്തർക്കും അവരുടേതായ ചുമതലകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം നമ്മുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാം. ഇപ്പോൾ ഇമാം ഷെഹറാവി, മുത്തവല്ലി ഷെഹറാവി, അദ്ദേഹം പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, ആ ആയത്തിലുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയാണ്, നിങ്ങൾ ആ മരത്തിലേക്ക് പോകരുത്, ആ പഴം ഭക്ഷിക്കരുത്, നിങ്ങൾ രണ്ടുപേരെയും, ശത്രുവാണ് പിശാജ്, നിങ്ങൾ രണ്ടുപേരെയും പിശാജ് പുറത്താക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഫതഷ്ഖ, നിങ്ങൾ പരാജയപ്പെടുന്നതാണ്. ആരോട്? ആദം നബിയോട്. അതുവരെ പറഞ്ഞത് മുഴുവനും ദ്വിവചനമാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ കുറിച്ചാണ് പറഞ്ഞത്. ഫലാ യുഖ്രിജന്നകുമാ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞപ്പോൾ ഫതഷ്ഖ, നിങ്ങൾ പരാജയപ്പെടുന്നതാണ്. അപ്പോൾ അഥവാ തൻ്റെ ഭാര്യയെ അതിൽ പെട്ടുപോയാൽ ആ പരാജിതനായതിൻ്റെ ചുമതല, ഉത്തരവാദിത്വം ആർക്കാണ്? അത് ഈ പുരുഷനാണ്. കാരണം പുരുഷൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അത് സംരക്ഷിക്കുക, അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കി കൊടുക്കുക എന്നത്. അപ്പോൾ ഈ സംരക്ഷണത്തിൽ കഴിയുക എന്ന് പറയുന്നതിനെ ഒരു ന്യൂനതയായിട്ട് വെസ്റ്റേൺ വേൾഡ് വ്യൂ പ്രകാരമാണ് അതിന് സംരക്ഷണയിൽ കഴിയുക എന്നൊരു ന്യൂനതയായിട്ട് അവർ അവതരിപ്പിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ലാഭം കൊതിച്ച പുരുഷന്മാരുടെ ഒരു അടവായിരുന്നു അത്. അവർ ഈ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നിന്ന് സ്ത്രീകളെ അടർത്തി മാറ്റിയിട്ട്, നിങ്ങൾ ജോലിക്ക് പോയാലേ നിങ്ങൾ ഉത്തമ വനിതകളാകൂ, നിങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ കഴിയുക എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പണം ചിലവാക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കുറച്ചിലാണെന്ന് പറഞ്ഞിട്ട് ഇവരെ അങ്ങ് റോട്ടിലേക്ക് ഇറക്കി, ഇവരെ ജോലിയിലേക്ക് ഇറക്കി, ഇവരെ വ്യാപകമായി പുറത്തേക്ക് ഇറക്കിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് വലിയ ബേർഡൻ ഉണ്ടായി. ഫാമിലി ബേർഡൻ എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവർക്കുണ്ട്. ഫാമിലിയുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ കുടുംബം, മക്കളെ പരിചരിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ സമ്പാദനത്തിൻ്റെ ബേർഡനും കൂടി വന്നു. അത് വളരെ കൃത്യമായിട്ട് അത് കുടുംബങ്ങളിൽ വലിയ വിള്ളലുകളുണ്ടാക്കി. അത് ഉറപ്പല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ചില കുശാഗ്ര ബുദ്ധിക്കാരായ പുരുഷന്മാരുടെ തന്ത്രമായിരുന്നു ഈ ഉത്തരവാദിത്തത്തിൽ ഒളിച്ചോടുക എന്നത്. അങ്ങനെ ഒളിച്ചോടാതെ സ്ത്രീകൾക്ക് വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ലഭിക്കുക എന്ന അവരുടെ പ്രിവിലേജാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് ഇസ്ലാം ചെയ്തത്. അവിടെ നോക്കുമ്പോൾ ഇസ്ലാം ഇപ്പോൾ വിവാഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങളും എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നു. സ്ത്രീയും പുരുഷനും ലൈംഗികമായ ആസ്വാദനമാവട്ടെ, കുട്ടികളുണ്ടാകുമ്പോൾ ആസ്വാദനമാകട്ടെ, എല്ലാ ആസ്വാദനവും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമ്പത്തികമായ ബാധ്യത, മഹർ, അതാണല്ലോ ഇസ്ലാമിലെ നിർബന്ധമായൊരു ബാധ്യത. അതാണല്ലോ ഈ സാമ്പത്തികമായ ബാധ്യതകൾ, പാർപ്പിടം ഒരുക്കി കൊടുക്കൽ, ഇവർക്ക് വേണ്ട ദൈനംദിന വിഭവങ്ങൾ, ഇവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ഇതൊരു സാമ്പത്തിക ഒരു ബാധ്യതയാണ്. ഈ ബാധ്യത ആർക്കാണ് ഇസ്ലാം കൊടുക്കുന്നത്? പുരുഷനാണ്. അപ്പോൾ പിന്നെ പുരുഷനാണ് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ സുഖം അനുഭവിക്കുന്നത് ഏത്? ദാമ്പത്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നത് രണ്ടുപേരും തുല്യരാണ്. അപ്പോൾ ഇപ്പോൾ ഫെമിനിസം വന്ന് ഇസ്ലാമിനെ ആക്രമിക്കുന്നത് പോലെ ഇനിയൊരു മസ്കുലിനിസം വരികയാണ് കരുതുക. ഇപ്പോഴുണ്ട് അങ്ങനെ മസ്കുലിനിസം വന്നാൽ, അല്ലെങ്കിൽ മെനിനിസം വന്നാൽ അവർക്കും കുറ്റം പറയാനുണ്ടാവുക ഇസ്ലാമിനെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഇത് ഇസ്ലാം ഒത്തുപോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ആരാണ്? ഞാനൊരു അബ്ദാണ്, അള്ളാഹുവിൻ്റെ മലിക്കും മാലിക്കുമാണ്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു സന്തുലിതമായൊരു കുടുംബ വ്യവസ്ഥതയുടെ സംരക്ഷണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാൾക്ക് ഇതിൽ ആശങ്കകളില്ലാതെ വളരെ കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കാനും ഈ നിയമങ്ങളുടെ വസ്തുതയെ ബോധ്യപ്പെടാനും അതിനെ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാനും കഴിയും. അൽഹംദുലില്ലാ, നമുക്ക് ഇത്രയും നേരം അറിവ് പകർന്നു തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഇൽമിൽ ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മുൻനിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.